ഹായ് ഓൾ, നമുക്ക് ആറമ്മോന് 2024 ചോദിച്ച റീജിയണൽ മാത്തമാറ്റിക് ഒളിമ്പ്യാഡ് 2024 ചോദിച്ച ഒരു ക്വസ്റ്റ്യനിലേക്ക് ഉണ്ടാകാം. അതിതാണ്, ലെറ്റ് എ ബി സി ബിയുടെ അക്യൂട്ട് ട്രയാങ്കിൾ വിത്ത് എ ബി സിക്കൽ ടു എ സി. അപ്പോൾ ഒരു അക്യൂട്ട് ഐസോസിലസ് ട്രയാങ്കിൾ ആണ്. രണ്ട് സൈഡ്സ് എ ബി എ സി ഈക്വൽ ആണ്. ഡി വി ദ പോയിന്റ് ഓൺ ബി സി സച്ച് ദ എ ഡി ഇസ് ദ പെർപെൻഡിക്കുലർ ടു ബി സി. ബി സി എന്ന ബേസിലേക്കുള്ള ആൾട്ടിറ്റ്യൂഡ് ആണ് എ ഡി. ഒ എച്ച് ജി സർക്കം സെന്റർ, ഓർത്തോ സെന്റർ ആൻഡ് സെൻട്രോഡ് ഓഫ് ദ ട്രയാങ്കിൾ റെസ്പെക്റ്റീവ്ലി. ഇനി അപ്പോൾ ഒ എന്ന് വെച്ചാൽ സർക്കം സെന്റർ ആണ്, എച്ച് ഓർത്തോ സെന്റർ ആണ്, ജി സെൻട്രോഡ് ആണ്. അപ്പോൾ 2 into OD is equal to 23 into HD ആണെങ്കിൽ G lies on the in circle of ABC. അത് പ്രൂവ് ചെയ്യാനാണ് പറയുന്നത്. ഒരു കണ്ടീഷൻ എന്ന് പറഞ്ഞിട്ട് 2 into OD equal to 23 into HD എന്നാണ്. നമുക്കത് പ്രൂവ് ചെയ്യാം. അപ്പോൾ രണ്ട് സൊല്യൂഷൻ ഉണ്ട്. നമുക്ക് ഫസ്റ്റ് സൊല്യൂഷൻ ആദ്യം കിടക്കാം. സൊല്യൂഷൻ 1. അത് നമ്മൾ ജിയോമെട്രി വെച്ചാണ് ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ട്രിഗണോമെട്രി വെച്ചുകൊണ്ട് മറ്റൊരു സൊല്യൂഷനും കാണും. അപ്പോൾ ഇവിടെ ഫിഗർ വരുന്നത് ഇതുപോലെയാണ്. അപ്പോൾ നമുക്ക് എന്ത് മനസ്സിലായി? അപ്പോൾ ഈ ഫിഗർ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് മനസ്സിലായി? ഒ ജി എച്ച് ഐ. അപ്പോൾ ഈ പോയിന്റ്സ് ഒക്കെ ഓൾ ലൈസ് ഓൺ എ ഡി. അപ്പോൾ എ ഡി എന്ന് പറഞ്ഞ എന്തായി? എ ഡി എന്നത് എന്താണ്? ഒന്ന് പെർപെൻഡിക്കുലർ ബൈസെക്ടർ ഓഫ് ബി സി ആണ്. അല്ലെങ്കിൽ എ ഡി നമുക്ക് എന്ത് രീതി പറയാം? ആൾട്ടിറ്റ്യൂഡ് ഫ്രം എ ആണ്, അല്ലേ? അല്ലെങ്കിൽ എ ഡി എന്താണ്? മീഡിയൻ ഫ്രം എ ആണ്. അല്ലെങ്കിൽ എന്താ? എ ഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആംഗിൾ ബൈസെക്ടർ ഓഫ് ആംഗിൾ ബി എ സി ആണ്. എ ഡി എന്ന് പറഞ്ഞാൽ ഇത് ഒരു ഐസോസിലസ് ട്രയാങ്കിൾ ആയതുകൊണ്ട് ഇതൊക്കെയാണ് എ ഡി എന്ന് പറഞ്ഞത്. ഇനി പിന്നെ നമുക്കറിയാം, ഓർത്തോ സെന്ററിന് ഏതെങ്കിലും ഒരു സൈഡിലുള്ള ഇമേജ് സർക്കം സർക്കിളിലാണ് കിടക്കുക എന്നുള്ളത് നമ്മൾ കണ്ടതാണ്, പ്രൂവും ചെയ്തതാണ് കഴിഞ്ഞ ക്ലാസ്സുകളിൽ. അപ്പോൾ ഇമേജ് ഓഫ്, അപ്പോൾ കഴിഞ്ഞ ഫസ്റ്റത്തെ വീഡിയോ എടുത്ത് കണ്ടാൽ മതി, അതിനകത്ത് ഇതിൻ്റെ പ്രൂഫ് ഉണ്ട്. ഇമേജ് ഓഫ് എച്ച് ഇൻ ബി സി, ഓർത്തോ സെന്റർ ഇൻ ഈ സൈഡ് ബി സി ഈസ്. അപ്പോൾ അതെവിടെയാ? സർക്കിളിലാണ് കിടക്കുക. സർക്കം സർക്കിളിലാണ് എം കിടക്കുക. ഓക്കെ. അപ്പോൾ ഇത് ഐസോസിലസ് ട്രയാങ്കിൾ ആയതുകൊണ്ട് എം ഈസ് ദ മിഡ് പോയിന്റ് ഓഫ് ആർക്ക് ബി സി. അപ്പോൾ മിഡ് പോയിന്റ് ആണ്. അപ്പോൾ നമുക്ക് എം ബി ഈക്വൽ ടു എം സി എന്ന് കാണാം. പിന്നെ മറ്റൊരു കാര്യം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പ്രൂവ് ചെയ്തതാണ്, എങ്കിൽ വേണമെങ്കിൽ ഒന്നുകൂടി കാണിച്ചു തരാം. എം ബി ഈക്വൽ ടു എം ഐ കൂടിയാണ്. അത് ഫസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ഫസ്റ്റത്തെ വീഡിയോയിൽ ചെയ്തിട്ടുള്ളതാണ്. അതും കൂടി ഒരു കണ്ടീഷൻ വേണമെങ്കിൽ അതും കൂടി ഒന്ന് കാണിച്ചു തരാം എങ്ങനെയാണ്. അത് ഇതാണ്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി?
അപ്പോൾ നമുക്ക് ഒരു ട്രയാങ്കിൾ ഉണ്ട്, അതിന് ഇൻ സർക്കിളുണ്ട്, സർക്കം സർക്കിളുണ്ട്. ഇങ്ങനെ വരുന്ന കേസാണ്. അപ്പോൾ ഇത് ഐസോസിലസ് ട്രയാങ്കിളുമാണ്. അപ്പോൾ നമ്മൾ ഈ ട്രയാങ്കിൾ വരച്ചു കഴിഞ്ഞാൽ ഇത് വരച്ചു കഴിഞ്ഞാൽ എന്ത് വരും? ഇത് ഏതൊക്കെയാണ് സൈഡ്സ് നോക്കട്ടെ. ഇവിടെ അത് ABC ആണ്, ഈ പോയിന്റ് M ആണ്, ഇത് I ആണ് അല്ലേ? യെസ്. അപ്പോൾ സെയിം ആർക്കിൽ ആംഗിൾ സെയിം ആയതുകൊണ്ട് ഇത് A/2 ആണെങ്കിൽ ആംഗിൾ ബൈസെക്ടർ ആണല്ലോ, ഇത് A/2 ആണ്. പിന്നെ ഈ ആംഗിൾ ബൈസെക്ടർ ആയതുകൊണ്ട് B/2 ആണ്. അപ്പോൾ ആംഗിൾ ബൈസെക്ടർ ആയതുകൊണ്ട് ഈ ആംഗിള് 90 + C/2 ആണെന്ന് കണ്ടു അല്ലേ? എയിലും ബിയിൽ നിന്നുള്ള ആംഗിൾ ബൈസെക്ടർ മീറ്റ് ചെയ്യുന്ന പോയിന്റ് ഇൻ സെൻറ്റർ. അപ്പോൾ അതുകൊണ്ട് ആംഗിൾ സിയുടെ ഓപ്പോസിറ്റ് ആയതുകൊണ്ട് 90 + C/2 ആണെന്ന് അറിയാം. ഇത് 90 - C/2 ആണ്. അപ്പോൾ 90 - C/2 എന്നത് A + B + C/2 - C/2 ആണ്. അത് A + B/2 ആണ്. കണ്ടോ? അപ്പോൾ അതിൽ നിന്ന് നമുക്ക് എന്ത് കിട്ടി? ട്രയാങ്കിൾ MBI ഈസ് ഐസോസിലസ്. അപ്പോൾ ഐസോസിലസ് ആയതുകൊണ്ട് രണ്ട് സൈഡ്സ് ഈക്വൽ അല്ലേ? രണ്ട് ആംഗിൾസ് ഈക്വൽ ആണ്. A + B/2 90 - C/2 ഒന്ന് തന്നെയാണ്. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് എന്ത് കിട്ടി? MB = MI എന്ന റിലേഷനിലേക്ക് എത്തി. നമ്മൾ നേരത്തെ കണ്ടുപിടിച്ച റിലേഷൻ. അപ്പോൾ നമുക്ക് എന്ത് മനസ്സിലായി? നമുക്ക് MB = MI = MC ആയതുകൊണ്ട് M is the circumcenter of triangle BAC എന്ന് തോന്നുന്നു. M is the circumcenter of triangle BAC എന്ന് തോന്നുന്നു. മൂന്ന് ബിയിൽ നിന്ന് ഐയിൽ നിന്നും സിയിൽ നിന്നും ഒരേ ഡിസ്റ്റൻസ് ആണ്. അപ്പോൾ ആ ഒരു കാര്യം മനസ്സിലായി, അതവിടെ ഇരിക്കട്ടെ. ഇനി ABCയുടെ സർക്കം റേഡിയസ് R എന്നിരിക്കട്ടെ. R = റേഡിയസ് ഓഫ് സർക്കം സർക്കിൾ ഓഫ് ട്രയാങ്കിൾ ABC. പിന്നെ ഇവിടെ ക്വസ്റ്റ്യനിൽ ODയും HD ഒക്കെയാണ് തന്നിരിക്കുന്നത്. അപ്പോൾ ODക്ക് നമ്മൾ X എന്നും HDക്ക് Y എന്ന് ഇട്ട് കൊടുത്തു. ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത് X = 23/2 Y എന്നാണ്. 2OD = 23 HD എന്നാണ് ക്വസ്റ്റ്യനിലുള്ളത്. ഇനി നമുക്ക് എന്താണ് R എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ആ ഫിഗർ എടുത്തു കഴിഞ്ഞാൽ R എന്നത് ODയും DMഉം കൂട്ടിയതാണ്. R =
OM ഈക്വൽ ടു OD പ്ലസ് HD. പിന്നെ എന്താണ് എച്ചിന് ബി സിയുള്ള ഇമേജ് ആണ് എന്നതുകൊണ്ട് HD MD ഒന്ന് തന്നെയാണ്. അപ്പോൾ ഈ പ്ലസ് MD ആണ്, DM MD ആണ്. MDക്ക് നമുക്ക് HD എന്ന് കൊടുക്കാം. OD പ്ലസ് HD. OD എന്നത് X ആണ്, HD എന്നത് Y ആണ്. ക്വസ്റ്റ്യനിൽ X എന്നത് 23/2 Y എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് 25/2 Y എന്ന് കിട്ടി. അപ്പോൾ അതിൽ നിന്ന് Y എന്നത് 2/25 R ആണ്. ഇതാണ് Y OD. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് AD കിട്ടും. AD എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡയമീറ്ററിൽ നിന്ന് എവിടെ AD എന്ന് പറഞ്ഞാൽ ഡയമീറ്ററിൽ നിന്ന് MD പോയതാണ്. അപ്പോൾ AD എന്ന് പറഞ്ഞാൽ 2R മൈനസ് Y എന്ന് പറഞ്ഞാൽ 2R മൈനസ് 2/25 R എന്നത് 48/3 R ആണ്. അപ്പോൾ AD എന്നത് മീഡിയൻ ആണ്. അപ്പോൾ അതുകൊണ്ട് G ഡിവൈഡ്സ് സെൻട്രോയിഡ് ഡിവൈഡ്സ് മീഡിയൻ ഇൻ ദ റേഷ്യോ 2:1 ആണ്. അപ്പോൾ അതിൽ നിന്ന് GD എന്നത് 1/3 ആണെന്ന് കിട്ടി. 1/3 AD 48/3 R. നമുക്ക് 48/3 അല്ല 25 R. നമുക്ക് 16/25 R എന്ന് കിട്ടി. അപ്പോൾ G എന്നത് GD എന്നത് G തുടങ്ങി D വരെയുള്ള ഡിസ്റ്റൻസ് 16/25 R ആണ്. പിന്നെ നമ്മൾ എന്താണ് ഇൻ റേഡിയസ് കാണാൻ കേട്ടോ. അപ്പോൾ അത് ഇതിൻ്റെ ഹാഫ് ആണെങ്കിൽ G എന്നത് ഇൻ സർക്കിളിലായിരിക്കും കിടക്കുക. അപ്പോൾ നമ്മൾ വീണ്ടും ആ ഫിഗർ ഒന്നുകൂടി എടുത്തു. ഇവിടെ എങ്ങനെ എന്തൊക്കെ കിടക്കുന്നേ നോക്കട്ടെ. ഒരു ട്രയാങ്കിൾ ഉണ്ട്. അത് ABCM ആണ്. പിന്നെ ഇത് D ആണ്, കൈയാണ് അല്ലേ. അപ്പോൾ ഇത് തീറ്റയാണെങ്കിൽ ഇത് 90 ഡിഗ്രി ആയതുകൊണ്ട് ഇത് 90 മൈനസ് തീറ്റയാണ്. ഇത് തീറ്റയാണ്. നമ്മൾ സൈൻ തീറ്റ എടുത്തു കഴിഞ്ഞാൽ സൈൻ തീറ്റ എന്നത് ഓപ്പോസിറ്റ് MD ബൈ അഡ്ജസൻറ്റ് സൈഡ് MB ആണ്. ഈ ചെറിയ ട്രയാങ്കിൾ എവിടെയാണ്? ഏത് ട്രയാങ്കിളിലാണ് MD/MB വരിക? ട്രയാങ്കിൾ MBD. അതിനെ തന്നെ നമുക്ക് MB/MA എന്ന് എഴുതാം. MB/MA ട്രയാങ്കിൾ MBA. അപ്പോൾ ഇത് ഇക്വേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് MB² ഈക്വൽ ടു MA × MD എന്ന് കിട്ടി. അപ്പോൾ ഈ MA എന്നത് MI തന്നെയാണ് നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചു ഐസോസെൽസ് ട്രയാങ്കിളൊക്കെ വെച്ച്. അപ്പോൾ MI² ഈക്വൽ ടു MD × MA. അപ്പോൾ MD എന്നത് നമ്മൾ എത്രയാണ്? Y തന്നെയാണെന്ന് കണ്ടു. ഇത് HD തന്നെയാണല്ലോ. അപ്പോൾ അടുത്തോ MA എന്നത് എന്താണ്? ഡയമീറ്റർ ആണ്, 2R ആണ്. 2R ആണ്. പക്ഷെ വൈയുടെ വാല്യൂ നമ്മൾ കണ്ടുപിടിച്ചത് ഫസ്റ്റത്തെ ഇക്വേഷൻ വെച്ചിട്ട് എന്താണ്? സെക്കൻഡ് ഇക്വേഷൻ ആയിട്ട് ഇത് ഇരിക്കട്ടെ.
ഫസ്റ്റ് ഇക്വേഷൻ വെച്ചിട്ട് വൈക്ക് വാല്യൂ കൊടുക്കാമല്ലോ. വൈ എന്താ 2/25 r ആണ്. അപ്പോൾ MI എന്നത് എന്ത് വരും? റൂട്ട് എടുക്കുമ്പോൾ 2/5 r എന്നുണ്ട്. അപ്പോൾ MI എന്നത് 2/5 r ആണ്. അപ്പോൾ ID എന്നത് എന്താ മക്കളെ? അപ്പോൾ ID എന്നത് IMൽ നിന്ന് DM പോയതാണ്. MI മൈനസ് MD. MI നമ്മളിപ്പോൾ കണ്ടുപിടിച്ചു, അത് 2/5 r ആണ്. പിന്നെയോ MD എന്നത് എത്രയായിരുന്നു? അത് y തന്നെയാണ്. അപ്പോൾ 2/5 r നിന്ന് y എന്ന് പറഞ്ഞാൽ 2/25 r കുറയ്ക്കുമ്പോൾ കണ്ടോ 8/25 r എന്ന് കിട്ടി. ഓക്കെ, അപ്പോൾ GD എന്ന് പറഞ്ഞാൽ അപ്പോൾ നമ്മൾ ആ ഫിഗർ വരച്ച് എങ്ങനെ ഇരിക്കൂടാ? അപ്പോൾ ഇവിടെ എന്താണ്? ഇവിടെ G ഉണ്ട്, ഇവിടെ I ഉണ്ട്, ഇവിടെ D ഉണ്ട്. അപ്പോൾ IDയുടെ ഡബിൾ ആണ് 3 ആണല്ലേടാ. ഫ്രം 2,3 2ID equal to GD എന്ന്. 16/25 r ആണ്. അപ്പോൾ ഇതിൽ നിന്ന് എന്ത് മനസ്സിലായി അല്ലേ? എന്ന് വെച്ചാൽ ഇൻറേഡിയസിൻ്റെ ഡബിൾ ആണ് ജിയിലേക്കുള്ള ഡിസ്റ്റൻസ്. അപ്പോൾ അതുകൊണ്ട് G എന്താ? ഡയമെട്രിക്കലി ഓപ്പോസിറ്റ് പോയിന്റ് ആവണം ഡിക്ക്. സോ G ലൈസ് ഓൺ ഇൻ റേഡിയസ്. ഇതാണ് ഒരു സൊല്യൂഷൻ മക്കളെ. ഇനി നമ്മൾ ഈ സെയിം ക്വസ്റ്റ്യൻ ട്രിഗണോമെട്രി ഉപയോഗിച്ച് ചെയ്യാൻ പോവാണ്. അപ്പോൾ ഇങ്ങനെ കിട്ടി. അപ്പോൾ നമുക്കൊരു കാര്യം അറിയാം, ആർക്കിൽ ഇവിടെ തന്നിരിക്കുന്ന ODയും HD ആണ്. ODയും HD ഒക്കെ നമുക്ക് ട്രിഗണോമെട്രി ഉപയോഗിച്ച് എന്തൊക്കെ എഴുതാം? OD എന്നത് r cos Aയും HD എന്നത് 2r cos B cos C ആണ്. ഇതൊക്കെ നമ്മൾ ഫസ്റ്റത്തെ വീഡിയോയിൽ ചെയ്താണെങ്കിൽ ഒന്നുകൂടി കാണിച്ചു തരാം. അപ്പോൾ ഇവിടെ നമ്മുടെ എന്താണ് ഈ ആംഗിൾ തീറ്റ ആണെങ്കിൽ അതിൻ്റെ ഡബിൾ ആയിരിക്കും സെൻട്രൽ ഉണ്ടാക്കാമെന്ന് നമുക്കറിയാം. അപ്പോൾ അതനുസരിച്ച് അത് ആംഗിൾ ബൈസെക്ടർ ആയതിനാൽ തീറ്റ എന്നത് A/2 ആയതിനാൽ ഈ ആംഗിൾ A ആണെന്ന് അറിയാം. OB എന്ന സർക്കം റേഡിയസ് R ആണെന്ന് അറിയാം. അപ്പോൾ OD എന്നത് r cos A ആണ്. r cos A ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത് ഒരെണ്ണമായി r cos A. പിന്നെ HD എന്നത് 2r cos B cos C ആണ്. അതെങ്ങനെ വരിക? അപ്പോൾ ഇവിടെ നമ്മൾ ഈ ആംഗിള് C ആയതുകൊണ്ട് ഇത് π/2 - C ആവണം. അപ്പോൾ നമുക്ക് BH എന്നത് VD/cos π/2 - C ആണ്. BD യെ നമുക്ക് AB cos B എന്ന് എഴുതാം. AB cos B/cos π/2 - C. AB എന്നത് ക്യാപിറ്റൽ സിയുടെ ഓപ്പോസിറ്റ് സൈഡാണ്, സ്മോൾ c ആണ്. cos B/ നമുക്ക് ഇത് കിട്ടി cos π/2 - C sin C ആണ്. സൈൻ റൂൾ അനുസരിച്ച് C/sin C നെ നമുക്ക് 2r എന്ന് കൊടുക്കുക. 2r. ഇനി HD എന്ന് പറഞ്ഞാൽ എന്താ? HD എന്നത് BHD ട്രയാങ്കിൾ എടുക്കുമ്പോൾ BH ഇൻറ്റു സൈൻ π/2 - C ആണ്. BH എന്നത് 2r cos Bയും സൈൻ π/2 - C എന്നത് cos C ആണ്.
ഇതാണ് നമ്മൾ ആദ്യം എഴുതിയിരിക്കുന്നത്. എച്ച് ഡിയും അറിയാം, ഒ ഡി അറിയാം ട്രിഗണോമെട്രി അനുസരിച്ച്. അപ്പോൾ നമുക്ക് എന്ത് എഴുതും? 2r ഇൻറ്റു, അപ്പോൾ ബിയും സിയും ഈക്വൽ ആണല്ലേ മക്കളെ? ഇത് ഐസോസിലസ് ട്രയാങ്കിൾ, അത് രണ്ടും പൈ മൈനസ് എ ബൈ 2 വെച്ചാണ്. അപ്പോൾ കോസ് പൈ മൈനസ് എ ബൈ 2 ഇൻറ്റു കോസ് പൈ മൈനസ് എ ബൈ 2. സൈൻ പൈ ബൈ 2 മൈനസ് എ, കോസ് പൈ ബൈ 2 മൈനസ് എ ബൈ 2 സൈൻ എ ബൈ 2 ആണ്. അപ്പോൾ 2r സൈൻ സ്ക്വയർ എ ബൈ 2 എന്ന് പറയും. 2 സൈൻ സ്ക്വയർ തീറ്റ എന്നത് 1 മൈനസ് കോസ് 2 തീറ്റയാണ്. 1 മൈനസ് കോസ് എ എന്ന് കിട്ടി. എച്ച് ഡിനെ നമുക്ക് ഇങ്ങനെ എഴുതാം ട്രിഗണോമെട്രി അനുസരിച്ച്. പിന്നെ നമുക്കറിയാവുന്നത് എന്താണ്? ജി സെൻട്രോയിഡ് ആയതുകൊണ്ട് ജി ഡി എന്നത് മീഡിയൻ്റെ 1/3 ആണെന്ന് നമുക്കറിയാം. 2:1 എന്നുള്ള റേഷ്യോയിലാണ് കട്ട് ചെയ്യുക. ഇനി ക്വസ്റ്റ്യനിൽ എന്താ തന്നിരിക്കുന്നത്? ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത് 2OD ഈസ് ഈക്വൽ ടു 23 HD എന്നാണ്. അപ്പോൾ നമുക്ക് ODക്ക് R cos A എന്നും HD-ക്ക് R ഇൻറ്റു 1 മൈനസ് cos A എന്നും എഴുതാം. അപ്പോൾ 2 cos A ഈസ് ഈക്വൽ ടു 23 മൈനസ് 23 cos A എന്ന്. ഇതിൽ നിന്ന് നമുക്ക് cos Aയുടെ വാല്യൂ 23/25 എന്ന് കിട്ടി. ഇത്രയും. ഇനി നമ്മൾ എന്ത് ചെയ്യണം? സൈൻ എ ബൈ 2 എടുക്കുകയാണ്. സൈൻ എ ബൈ 2 അത് √1 മൈനസ് കോസ് എ ഡിവൈഡ് ബൈ 2 ആണ്. 23/25/2 ആണ്. നമുക്ക് 1/5 എന്ന് കിട്ടും. അപ്പോൾ കോസിക് എ ബൈ 2 എന്നത് 5 ആണ് എന്ന് കിട്ടും. ഇത്രയൊക്കെ കിട്ടി തന്നിരിക്കുന്ന ഇൻഫർമേഷൻ വെച്ച്. ഇനി നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ സ്റ്റെപ്പ് 2 നമ്മൾ ജി ഡി കണ്ടുപിടിക്കാൻ പോവാണ്. അപ്പോൾ ആദ്യം എ ഡി കണ്ടുപിടിക്കാം. എ ഡി ലെങ്ത് ഓഫ് എ ഡി. അപ്പോൾ എ ഡി എന്താ? എ ഡി എന്നത് എയോയും ഓഡിയും ചേർന്നതാണ്. എ എന്നത് റേഡിയസ് ഓഫ് സർക്കം സർക്കിൾ ആണ്. ഒ ഡി എന്നത് ആർ കോസ് എ ആണ്. കോസ് എ എന്നത് 23/25 ആണെന്ന് കണ്ടു. അപ്പോൾ അതുകൊണ്ട് ഇത് 48/25 R ആണ്. അപ്പോൾ മീഡിയൻ്റെ ലെങ്ത് 48/25 R ആയതുകൊണ്ട് ജി ഡി എന്ന് പറഞ്ഞാൽ സെൻട്രോയിഡിലേക്ക് ഡിസ്റ്റൻസ് 1/3 ആവണം. അത് 16/25 R ആണ്. ഇനി നമ്മൾ ഇൻറേഡിയസ് കാണാൻ പോകണം. ഇൻറേഡിയസ് അത് 8/25 R ആണെങ്കിൽ ജി എന്നത് സർക്കം സർക്കിളിലാണ് കിടക്കുന്നത്, ഇല്ല ഇൻ സർക്കിളിലാണ് കിടക്കുന്നത്. അപ്പോൾ നമ്മൾ ഇൻ റേഡിയസ് കാണാൻ പോകണം. നമ്മൾ നോക്കട്ടെ, ഈ ട്രയാങ്കിൾ എടുത്തു. നമ്മൾ സെൻട്രലിൽ നിന്ന് പോയിന്റ് ഓഫ് ടാൻജൻസിയിലേക്ക് ജോയിൻ ചെയ്തു. അപ്പോൾ ട്രയാങ്കിൾ കിട്ടി. അപ്പോൾ അത് വരയ്ക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്നത് ഇതുപോലെയാണ്. AI അല്ലേ, ഇത് ഡിസ്റ്റൻസ് R ആണ്. ഇത് വേണമെങ്കിൽ P എന്നിരിക്കട്ടെ. അപ്പോൾ ഈ ആംഗിൾ A/2 ആണെന്ന് നമുക്കറിയാം. അപ്പോൾ ഫിഗറിൽ നിന്ന് നമുക്ക് എന്ത് ലഭിച്ചു? സൈൻ A/2 ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോന്യൂസ് ആണ്, R/A ആണ്. അതിൽ നിന്ന് നമുക്ക് A എന്നത് R കോസി. അപ്പോൾ നോക്കാം. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് എന്ത് കിട്ടി? സൈൻ A/2 1/5 ആയതിനാൽ A എന്നത് 5R ആണ് എന്ന് നമുക്ക് ലഭിച്ചു. എ ഡി എന്നത് എയും
ഐ ഡിയും ചേർന്നാണ്. A5R ഐ ഡി 6 ആയതിനാൽ 6R ആണ് എ ഡിയുടെ ലെങ്ത്. ആ ലെങ്ത്താണ് നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചത്. എന്താണ് 6R ഈക്വൽ ടു എ ഡി ഈക്വൽ ടു 48/25R ആണ്. 45 ക്യാപിറ്റൽ R ആണ്. അപ്പോൾ സ്മോൾ r എന്തായിടാ 6 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 8/25R. നേരത്തെ ജി ഡി കിട്ടിയത് 16/25R. അപ്പൊ ഈ 2 എടുക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടി? 2 എടുക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടി? ജി ഡി ഈക്വൽ ടു 2R എന്ന് കിട്ടി. കണ്ടോ? അപ്പോൾ ഡയമീട്രിക്കലി ഓപ്പോസിറ്റ് പോയിന്റിലാണ് ജി കിടക്കുന്നത് ഡിയുടെ. അപ്പോൾ ജി ലൈസ് ഓൺ സർക്കിൾ ഓഫ് ട്രയാങ്കിൾ ABC. ഇതാണ് ട്രിഗണോമെട്രി വെച്ചുകൊണ്ട് നമ്മൾ ഇത് തന്നെ സോൾവ് ചെയ്തത്.